ഹായ് സുന്ദരീസ്. അപ്പോൾ ഇന്നാണ് കേട്ടോ ഡൽഹി ഗൂഗിൾ ഓഫീസിൽ നമ്മുടെ ഇവൻ്റ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാം, അതാണല്ലോ മെയിൻ. അതില്ലാണ്ട് ഒരു പരിപാടിയില്ല. അപ്പോൾ ഞാൻ ഒരു വിധ സാധനങ്ങളൊക്കെ നുള്ളിപ്പെറുക്കി എടുത്ത് കഴിച്ചിട്ടുണ്ട്. സമയമില്ലായിരുന്നു, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി കഴിക്കാമായിരുന്നു. എന്തായാലും നമ്മളെ പിന്നെ ഗൂഗിൾ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് ഫസ്റ്റ് ഒരു ബൂത്ത് ഉണ്ടായിരുന്നത് ക്രോഷ്യ ബൂത്ത് ആയിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഫ്ലവറൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഗെയിമിൽ ഞാൻ തോറ്റു കേട്ടോ. പിന്നെ രണ്ടാമത് കളിച്ചിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. ഉണ്ണിയുടെ മുടിയുണ്ടോ, നല്ല രസമില്ലേ, നല്ല ഇങ്ങനെ കേളി ഫ്ലഫി ആയിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ട്. അപ്പോൾ ഞാൻ എന്താ പറയായിരുന്നു ഉണ്ണിയുടെ അടുത്ത്, ഇതേപോലെ തന്നെ മതി മുടി, നല്ല രസമായിട്ടുണ്ടെന്ന്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അത് മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ടാഗ് ചെയ്യാം, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും. ഔട്ട്ഫിറ്റ് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇത് AI നമ്മുടെ ഒരു ഫോട്ടോ പോലെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. എൻ്റെ പോലെ തോന്നിയോ? എനിക്ക് അത്ര കൂടെ തോന്നിയില്ല കേട്ടോ, അതിന് കുഴപ്പമില്ല. പിന്നെ അത് കൂടാണ്ട് വേറെയും കുറേ ബൂത്തുകൾ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ഇത് നമ്മളെ യൂട്യൂബിൽ നിന്ന് തായ്ലാൻഡ് ട്രിപ്പിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്ന കേട്ടോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, അയ്യോ ഞാൻ ഇതിലുണ്ട് എന്നുള്ളത്. എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് അറിയും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമുക്ക് പോകണം എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞാൻ കോൺടാക്ട് ലെൻസ് ഊരിയെടുത്തതാണ് കേട്ടോ. കോൺടാക്ട് ലെൻസോ കണ്ണടയോ ഇല്ലാണ്ട് എനിക്ക് കണ്ണ് കാണില്ല കേട്ടോ, അതാണ് പരമാർത്ഥം. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൽ കയറി. കാര്യമായിട്ട് കഴിക്കാനൊന്നും കിട്ടിയില്ല. തൽക്കാലം ക്രോസോണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേനെ പിക്ക് ചെയ്തത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ദൈമക്കുട്ടിക്ക് എൻ്റെ വക ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതുപോലെ കല്യാണി ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ മൊത്തം ഹാപ്പി.